ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മുടെ സമൂഹത്തിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴോ അത് മികച്ചതാവുമ്പോഴോ ഇത്തരത്തിലുള്ളവർ നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് പല വിധത്തിൽ നമ്മളോട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരും. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആവാം. ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇക്കൂട്ടർ അവരുടെ സ്വന്തം ജീവിതം നോക്കിക്കാണാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് നോക്കിയാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെ അകറ്റി നിർത്താം, അതിനായി എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ പറയാം, ഇവർ പൊതുവെ ഇൻസെക്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കും. അതായത് ഇവരുടെ കോൺഫിഡൻസ് ലെവൽ തീരെ ലോ ആയിരിക്കും. ഇങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇവർ നമ്മിലുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ കളിയാക്കി സംസാരിക്കുകയും കൂടാതെ നമ്മളിലുള്ള ആ നന്മകളൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം, നമ്മളുടെ കോൺഫിഡൻസ് എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നു. ഇതിലൂടെ അവരുടെ കോൺഫിഡൻസ് കൂടുകയും അവരിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇവരാണ് മറ്റുള്ളവരെക്കാൾ മികച്ചത് എന്ന രീതിയിലായിരിക്കും ഇവരുടെ സംസാരം. കൂടാതെ ഇവർ പല നുണകൾ പറഞ്ഞ് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും. ഇവരോട് അടുത്തിടപഴകിയാൽ ഇവർ നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പ്രഷർ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അവരെ ഒഴിവാക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ ബിസി ആയിരിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് മാത്രമാണ് അറിയാവുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിനായി നമ്മൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ കാണാനും സംസാരിക്കാനും ടൈം ഇല്ലാതാവുകയും അവർ താനെ നമ്മളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആരുമായും ഷെയർ ചെയ്യരുത്. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് കാരണമാകുന്നു. പിന്നെ ഇതൊന്നും കേട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അതായത് നമ്മളിത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളഞ്ഞേക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോഴവർ ചിന്തിക്കും, ഓ ഇവളുടെ അടുത്ത് അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇതൊന്നും ഏക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ പാട്ടിന് പോയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക്